ഇത് തൃശ്ശൂരിലൊരു സ്വകാര്യ ആശുപത്രിയിലാണ് ആ പയ്യനവിടെ ഒരു 9:30 കൂടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊരു 10-30 കിലോമീറ്ററേ ഉള്ളൂ. 9:30 കൂടി ഞാൻ ആശുപത്രിയുടെ പേര് പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശുപത്രിയുടെ റെപ്യൂട്ടേഷൻ പോകും. അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ആ ആശുപത്രിയിലെത്തി. ഞായറാഴ്ചയാണ്. രാത്രി 8 മണി കഴിഞ്ഞാൽ പല ഹോസ്പിറ്റലുകളിലും ഒരു RMO മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തിലെ ഒരുമാതിരി ആശുപത്രികൾ, വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു RMO മാത്രമായിരിക്കും പലപ്പോഴും, ഒരു MBBS പാസ്സായിട്ടുള്ള ഒരാളോ. ഇതൊരു വലിയ ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ അന്ന് രാത്രി ഹോസ്പിറ്റൽ ചാർജ് ഉള്ളത് ഒരു ആന്ധ്ര സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. MD ആണ്, ഒരു ക്വാളിഫൈഡൊക്കെയാണ്, പക്ഷേ അത്ര മലയാളം അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല. അപ്പോൾ അവിടെ പോലീസ് ചെന്ന് ഇയാളോട് സംസാരിച്ചു. അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ MD സംസാരിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിറയെ RSS BJP പ്രവർത്തകരാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ഈ പോലീസിനോടൊരു വല്ലാത്ത റേജ് ഉണ്ട്. കാരണം പോലീസ് അതൊരു ഇൻഎഫിഷ്യൻ്റാണെന്നുള്ളൊരു ഉള്ളിൽ ഒരിതുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഇയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പരിക്കുപറ്റി കിടക്കുന്ന, കുത്തേറ്റ് കിടക്കുന്ന ഈ ഷാരോണിൻ്റെ, കാരണം അതാണ് ഏറ്റവും പ്രധാനം. അത് കിട്ടിയാൽ കേസിന് വളരെ നല്ലതാണ്. കാരണം വേറൊരാൾ പിന്നെ മൊഴി തന്നു കഴിഞ്ഞാൽ, ഈ ത്രിവാർസം കേസിലേക്കൊക്കെ വരുന്ന സംഭവം എന്ന് വെച്ചാൽ, അവർ പിന്നീട് മൊഴി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് കോൺട്രഡിക്ഷൻ വരും. കാരണം ഇന്ന ആളാണ് കുത്തിയത്, വീണ്ടും കണ്ടാൽ അറിയാം, അല്ല ഇയാൾ വിഷ്ണുവാണ് എന്നെ കുത്തിയത്, വിഷ്ണുവിനെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ മിക്കവാറും ത്രിവാർസം കേസുകൾ ശിക്ഷിക്കും. അതിൻ്റെ കാരണം ഇതാണ്, ഹോസ്റ്റലായില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇയാളുടെ തന്നെ മൊഴി എടുക്കാനാണെങ്കിൽ ഇയാൾ കോൺഷ്യസ് ആയിരിക്കണം, ഡോക്ടർ സമ്മതിക്കണം. അപ്പോൾ ഒരു 11 മണിയായിട്ടും ഇയാളെ മൊഴിയെടുക്കാനും പറ്റുന്നില്ല, ഇയാളെ സ്റ്റേജും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ 11 മണിയായിട്ടും ഇയാൾ എന്താ മൊഴിയെടുക്കാത്തതെന്ന് പറ്റാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ തിയേറ്ററിലാണ്, ഷാരോൺ തിയേറ്ററിലാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൂടി നോക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് കിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ഐ വിറ്റ്നസസിൻ്റെ ഇയാളെ കൂടെയുള്ള ആരെങ്കിലും കൊണ്ടും മൊഴിയെടുത്ത് നമുക്ക് FIR ഇടാം, മറ്റു കാര്യങ്ങൾ ചെയ്യാം. അതല്ല സാറൊന്നും ഇങ്ങോട്ട് പെട്ടെന്ന് വരണം. അവിടെ പോയിന്ന് SI എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവിടെ മൊഴിയെടുക്കാൻ പറ്റുന്നില്ല, തിയേറ്ററിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് അയാൾ പറയുന്നൊരു ഭാഗം, ഞാൻ ഗുരുവായൂർ ACP ആണ്. അപ്പോൾ ആ മേലുദ്യോഗസ്ഥ രീതിയിൽ അയാൾ പറഞ്ഞു, സാറൊന്നും ഇങ്ങോട്ട് അർജൻറ്റായിട്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ അതിനകത്ത് എന്തോ ഞാൻ ആദ്യം ധരിച്ച് അവിടെ BJP എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ഹോസ്പിറ്റൽ സീനായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഞെട്ടിക്കുന്നൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പയ്യനൊന്നും ചെയ്തിട്ടില്ല. ഡോക്ടർ പയ്യൻ പറയുന്നുണ്ട് എനിക്ക് അകത്ത് വയറ്റിൽ ഭയങ്കര വേദനയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. സ്കാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഡോക്ടർ സ്കാൻ ചെയ്തിട്ടുള്ളൂ, പക്ഷെ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. പയ്യൻ കോൺഷ്യസ് ആണ്, അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ MD വിളിച്ച് പറഞ്ഞു, എനിക്കൊന്ന് ഇതിനകത്ത് സ്കാൻ ചെയ്യുന്ന റൂമിൽ കയറിയിട്ട് അവിടെ ഡോക്ടറോടൊന്ന് സംസാരിക്കണം. ആദ്യം ഒരു ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ പുറത്ത് സീനാകെ മോശമാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കറക്റ്റ് മെഡിക്കൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആശുപത്രിക്ക് ബുദ്ധിമുട്ടാവും, ആശുപത്രി തല്ലിപ്പൊളിയും. അപ്പോൾ ഞാനതിൻ്റെ യഥാർത്ഥ പിക്ചറൊന്നും എനിക്ക് അറിയണം, അയാൾ വിത്ത് ഹിസ് പെർമിഷൻ, ഡോക്ടേഴ്സ് പെർമിഷൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് കണ്ടോളാൻ പറഞ്ഞു. കയറി ചെല്ലുമ്പോൾ ഡോക്ടറുടെ ചോദിച്ചപ്പോൾ എന്താണ് ഡോക്ടർ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ്? അപ്പോൾ കണ്ടോ ഈ സ്ക്രീനിൽ ഇത് കണ്ടോ, ഉള്ളിലൊരു പൂൾ ഓഫ് ബ്ലഡ് ഉണ്ട്, പക്ഷെ ഇത് എവിടെ നിന്നാണ് ഈ ബ്ലഡ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് മറുപടി ഒന്നുമില്ല. സ്കാൻ ചെയ്ത് റിസൾട്ട് വരട്ടെ. 2:30 ആയി, 3 മണിയായി, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ സ്കാൻ ചെയ്യലും ഈ പയ്യനോട് ഇരിക്കലുമാണ്. അപ്പോൾ ഞാൻ കൂടെയുള്ള പുറത്തുള്ള ഇവരുടെ BJP ഇവരോട് പറഞ്ഞു, കാരണം മർഡറായി കഴിഞ്ഞാൽ എനിക്കറിയാം അവിടുത്തെ. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ഈ രോഗിയെ ഒന്ന് മാറ്റൂ. അവർ സമ്മതിച്ചു. പെട്ടെന്ന് ആംബുലൻസ് വന്നു. 3:30-4 മണി ഒക്കെ ആയി. ഇവിടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങി. ആംബുലൻസിലേക്ക് നീക്കാനോ നോക്കുമ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇനി എങ്ങോട്ടും കൊണ്ടുപോകണ്ട, പൾസ് താന്നുപോയി. 4:30-5 മണിക്ക് ഷാരോൺ മരിച്ചു. പോലീസും ഡോക്ടറും ഹോസ്പിറ്റലുകാരോട് കൊന്നു എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതൊരു ഇനേർഷ്യയാണ്. ആ ഹോസ്പിറ്റൽ ഇതിന് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാത്തത്. ഷാരോണിൻ്റെ കഴുത്തിൽ 3 പവൻ്റെ ഒരു മാലയുണ്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിലേക്ക് സ്കാൻ ചെയ്യാൻ കയറ്റിയപ്പോൾ ആ മാല ജീവനക്കാർ അഴിച്ചു മാറ്റി. സ്വാഭാവികമായിട്ട് കയ്യിൽ വയ്ക്കും. ആരുടെ കയ്യിലും കൊടുത്തില്ല.
അത് കഴിഞ്ഞ് മരിച്ചു, ഡെഡ് ബോഡി എന്ന് പോലീസ്. പിന്നെ BJPക്കാർ ഇവിടെ മുഴുവനും തീവെപ്പും കലാപവും മറ്റു ബഹളങ്ങൾ തുടങ്ങി. അതിനിടയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി വിലാപയാത്രയായിട്ട് കൊണ്ടുവരുമ്പോൾ ആ വഴിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം, എളുപ്പമല്ല അതിനകത്ത്. പക്ഷെ പിന്നെ അറിയുന്നത് 7 മണിയായിട്ടും ബോഡി പോലീസ് ഈ ആശുപത്രിയിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടില്ല. വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3-3.5 പവൻ്റെ മാല ഈ ആശുപത്രിയിലെ ഈ ജീവനക്കാരാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പോൾ RSS BJPക്കാർ പറഞ്ഞു ഇത് ബോഡി ഞങ്ങളിവിടുന്ന് കൊണ്ടുപോകില്ല, ഈ ആശുപത്രി ഞങ്ങൾ തല്ലിപ്പൊളിക്കും. അവസാനം ഇതിൻ്റെ MD വന്ന് ഈ 3.5 പവൻ്റെ പൈസ അവർ തരാം എന്ന് പറഞ്ഞാണ് ബോഡി അവിടുന്ന് വിട്ടുകിടുന്നത്. ആ ആശുപത്രിയിൽ ഇപ്പോഴും അത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് മാത്രം. പല ആശുപത്രികളിലും ഈ മോർച്ചറിലൊക്കെ കയറുമ്പോൾ അതിനകത്ത് ഇങ്ങനെ അടിച്ചു മാറ്റുന്നവർ കേൾക്കാറുണ്ട്, നമുക്ക് അനുഭവങ്ങളുണ്ട് ഒരുപാട്. പക്ഷേ ഇത്ര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസിൽ പോലും ഇങ്ങനെ ചെയ്യുന്നൊരു അവസ്ഥ, അത് പിന്നീട് വിലാപയാത്രയായിട്ട് ഇവിടെ വരുന്നു. 1-2 തീവെപ്പുകളും വലിയ കാര്യങ്ങളുണ്ടായി. പക്ഷേ അന്നത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അങ്ങേയറ്റം സംയമനം പാലിക്കാനായിട്ട് അണികളോട് പറഞ്ഞതുകൊണ്ടും കൂടിയാണെന്ന് പറയാം. വലിയ ഒരു 10-15 കേസുകളൊക്കെ സാധാരണ രീതിയിലൊരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാകുന്ന തീവെപ്പും ഇതുണ്ടായി. പക്ഷേ വേറൊരു മർഡറോ അല്ലെങ്കിൽ വേറൊരു വെട്ടോ അന്ന് ആ ശവം അടക്കുന്നത് വരെ ഉള്ള സമയത്ത് ഉണ്ടായില്ല. കേസ് അന്വേഷണം തുടർന്നു. അപ്പോൾ അതിനൊരു കാര്യം മനസ്സിലായി, 5 പേരാണ് പ്രതികൾ. അതിൽ 1-ാം പ്രതിയാണ് വിഷ്ണു. അതിന് വളരെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം എടുത്തു. എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. അതിൽ വിഷ്ണുവാണ് ഈ ഒറ്റ കുത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ അതിൽ വെപ്പൺ കിട്ടണം നമുക്ക് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ കേസ് ഒരു വെപ്പൺ കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് വരെ കേസുകൾ വിട്ടുപോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കോടതികളിൽ നിന്നൊക്കെ. അപ്പോൾ വെപ്പൺ അവർ പറഞ്ഞു അതിവിടെ എത്തിച്ചോളാം, അവിടെ എത്തിക്കേണ്ട നിങ്ങൾ എവിടെ ഇരിക്കണമെന്ന് വെച്ച് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് അവർ പറഞ്ഞ സ്ഥലത്ത് ചെന്ന് നമ്മൾ സീഷറിലൊന്നും എടുത്തില്ല. കാരണം നമുക്കത് ഉറപ്പ്, ഇവർ സ്വാഭാവികമായിട്ട് വക്കീലന്മാർ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശരിയല്ലാത്ത വെപ്പൺ നമുക്ക് ഹാജരാക്കി തരികയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയോ ചെയ്യും. അപ്പോൾ ഇത് വെപ്പണും ഈ മുറിവും കൂടി സിങ്കർണൈസ് ചെയ്തില്ലെങ്കിൽ കോടതിയിൽ ഈ പോലീസ് സർജനെ ട്രയൽ ചെയ്യുമ്പോൾ കേസ് വിട്ടുപോകും. അപ്പോൾ നമ്മൾ ഏത് വെപ്പൺ നമ്മൾ കിട്ടുമ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് അതിന് മുമ്പായിട്ടെങ്കിലും ഈ പോലീസ് സർജനോട് നമ്മൾ അതിൻ്റെ പല സൈസ് വുണ്ടുകളുണ്ട്, ഈ ഇൻസൈസിഡ് വുണ്ട്, മറ്റ് ലാസറേറ്റഡ് വുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഷാർപ്പ് എഡ്ജുകളായിട്ടുള്ളാണെങ്കിലാണ് ഈ ഇൻസൈസിഡ് വുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവർക്ക് ഹാജരാക്കി തന്ന ആ വെപ്പൺ ഒരിക്കലും ആ വെപ്പൺ കുത്തിയാൽ ഈ മുറിവുണ്ടാവില്ല. അതിൻ്റെ അലകും അതിൻ്റെ ഇതൊക്കെ എഡ്ജ് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഡാഗറൊക്കെ ആണെങ്കിൽ, കടാരൊക്കെ ആണെങ്കിൽ 2 എഡ്ജും മൂർച്ചുള്ളതായിരിക്കും. ഇത് സ്പെഷ്യൽ വെപ്പണാണ്. അപ്പോൾ എന്ത് ചെയ്താലും ഇവർ കൺഫ്യൂസ് ചെയ്യില്ല. പ്രതിനൊക്കെ കിട്ടി, എല്ലാ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഈ ഒറിജിനൽ വെപ്പൺ എന്തായാലും അവർ തരില്ല. അപ്പോൾ അങ്ങനെ പോലീസ് ടീം നല്ല രീതിയിൽ അവിടെ പരിസരം മുഴുവൻ അന്വേഷിച്ചു. അപ്പോൾ എങ്ങനെയോ ഒരു ഇൻഫർമേഷൻ കിട്ടി, അവിടെ അടുത്തൊരു കിണറിൻ്റെ ഭാഗത്തു കൂടെ ആണ് അവരന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. അവിടെ ആ കിണറ്റിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വല്ല സിനിമാ കഥ പറയുന്ന പോലെയാണ്, നമ്മൾ ഈ കയറിൻ്റെ തുടിയിൽ കാന്തം കെട്ടിവെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടാണ് ഒറിജിനൽ കത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. 27 റിക്കവറി ആയിട്ട് എടുത്തു. നമ്മൾ ഈ പിന്നെ TPയുടെ കേസിലൊക്കെ കിണറ്റിൽ നിന്നൊക്കെ വെപ്പൺ എടുത്തു എന്ന് പറഞ്ഞതുപോലെ ആ വെപ്പൺ അത് കറക്റ്റ് വെപ്പണായിരുന്നു. അത് ഈ വിഷ്ണു ഈ കോയമ്പത്തൂർ അങ്ങോട്ട് പോയപ്പോൾ എന്തെങ്കിലും അയാൾ ഒരു ഇതിന് വേണ്ടിയിട്ട് കരുതിയതാണ്. അയാൾ ഒരു അത്യാവശ്യം ശത്രുക്കളൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് അയാൾ കരുതിയതാണ്. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടൈപ്പ് വെപ്പൺ തന്നെയാണ്. ആ വെപ്പൺ പ്രകാരം സീസർ മാസ്റ്ററൊക്കെ വെച്ച് എടുത്ത് കോടതിയിൽ ഹാജരാക്കി. കേസിൻ്റെ അന്വേഷണം പൂർത്തിയായി. കേസിൻ്റെ വിസ്താരം വന്നു. വിഷ്ണുവിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ജീവപര്യന്തം 10 വർഷത്തേക്ക് ശിക്ഷിച്ചു. മറ്റ് 4 പ്രതികൾക്കും 2-3 വർഷമൊക്കെ, കാരണം അവർ ഇഞ്ചുറീസ് കുറവാണ് ഇതിനകത്ത്. പക്ഷേ 7 വർഷം വിഷ്ണു ജയിലിൽ കിടന്നു. ഇപ്പോൾ അതിന് ഒരു പ്രത്യേക ഗ്രൗണ്ടിൽ പ്രിമേച്വർ റിലീസ് ആയിട്ട് ഇപ്പോൾ വിഷ്ണു പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് ഷാരോൺ വധം എന്ന ഒരുപാട് കാലം പാവർട്ടിയെ വളരെ സമാധാന ജീവിതത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 2000 കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം സി ആയിരുന്നു. അന്ന് ഇതുപോലെ തന്നെ ഒരു ഉച്ചതിരിഞ്ഞ് കാസർഗോഡ് SP ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ജയരാജ് ഇന്ന് രാത്രിയിൽ നമുക്കൊരു വലിയൊരു ഓപ്പറേഷൻ നടത്തണം, റെഡി ആയിരുന്നോണം, അല്ല വേറെ ആരും വേണ്ട, ജയരാജിൻ്റെ SI ഹരിയും മാത്രം മതി, ഒരു പോലീസുകാരനും വേറെ വേണ്ട, അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിന് മെന്നിനൊക്കെ ഞാൻ തരാം. അപ്പോൾ അതിനകത്തൊരു മിസ്റ്ററി. അപ്പോൾ ഒരു കാര്യം പറയാം, അങ്ങ് തൃക്കരിപ്പൂര് 2 ദിവസം കഴിഞ്ഞാൽ ഇലക്ഷനാണല്ലോ, കേരള നിയമസഭയിലെ ഇലക്ഷനാണ്. അപ്പോൾ തൃക്കരിപ്പൂർ ഒരു സ്ഥലത്ത് നെഹ്റുവിൻ്റെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു മതിലിൻ്റെ മീതെ ഒരു അർദ്ധകായ പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ കോൺഗ്രസ്സുകാർ അത് എടുത്തു മാറ്റാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഡീഫേസിങ് സ്ക്വാഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുസ്ഥലങ്ങളിലുള്ള എല്ലാ കൊടിതോരണങ്ങളും ഇതുപോലെ ടെമ്പററി ഫിറ്റിങ്സും ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃക്കരിപ്പൂർ ടൗണിലുള്ള മറ്റെല്ലാം EMSൻ്റെ, ലെനിൻ്റെ, AKGയുടെ അങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും താൽക്കാലികമായിട്ട് വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഇതുകളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊടിതോരണങ്ങൾ ഇതുകളൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇത് വന്നപ്പോൾ പറഞ്ഞു, ഇതിന് അവർക്ക് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഇത് രാജീവ് ഗാന്ധി ഉള്ള സമയത്ത് ഉദ്ഘാടനം ചെയ്തതാണ്, അത് CPMകാർക്ക് ഒരു കേലും അത് അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല, ഒരെണ്ണം മാത്രമായിട്ടൊരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഇത് മാത്രം അവിടെ നിർത്താൻ കഴിയില്ല. അപ്പോൾ അതൊരു പീഠമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പീഠത്തിൻ്റെ മീതെയാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി വന്നപ്പോൾ അവിടെയുള്ള മഹിളാ കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സിലെ തലമുതിർന്ന നേതാക്കന്മാരും എല്ലാം അവിടെ വന്ന് ഇതിന് ചുറ്റും ഒരു 2-3 വലയം സൃഷ്ടിച്ച് അവർ രഘുപതി രാഘവ രാജാറാം എന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഫോഴ്സ്ഫുള്ളായിട്ട് അവർക്ക് അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോൾ 24 മണിക്കൂർ അവരതിന് കാവലായി കോൺഗ്രസ്സുകാർ. അപ്പോൾ ഇലക്ഷൻ കഴിയുന്നത് വരെ അവരത് നിൽക്കുന്നുള്ളതാണ് അവരുടെ തീരുമാനം. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മളത് പോയിട്ട് അത് പോലീസ് പോയിട്ട് അത് അവിടെ നിന്ന് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ അത് CPMകാർ വന്നിട്ട് കംപ്ലീറ്റ് അത് അടിച്ചു പൊളിച്ച് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയാൽ അത് ഭയങ്കര രാഷ്ട്രീയ സംഘർഷമാവും അവിടെ. ചിലപ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വരെ ചിലപ്പോൾ നീട്ടിവെക്കാൻ സാധ്യതയുണ്ട്. SP വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു സീനുണ്ടാകാതെ വളരെ രഹസ്യമായിട്ട് നമുക്കത് ആരാന്ന് അറിയരുത്. മറ്റൊരു വേണമെങ്കിൽ അത് CPMകാരത് വിചാരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആകെ ഈ ഇലക്ഷൻ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് നീലേശ്വരത്തേക്ക് വന്നതാണ്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. ഇവിടെ ആകെ വന്നിട്ട് 1 മാസം ആയെന്നുള്ളൂ. ഇവിടുത്തെ ആരും ഞാൻ പഠിച്ചിട്ടില്ല, അതൊന്നും എനിക്ക് ലോ ആൻഡ് ഓർഡർ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് ഈ ചന്തേര പോലുള്ള ചന്തേര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ പറയണ ഈ നെഹ്റുവിൻ്റെ ഇതുള്ളത്. അവിടെ ഒരുപാട് സീരിയസ് ലോ ആൻഡ് ഓർഡർ ഉണ്ടാവുന്ന സ്ഥലമാണ് ഈ ചന്തേര. അപ്പോൾ അതിന് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ SI മതിയോ സാറെന്ന് ചോദിച്ചു. ജയരാജ് പേടിക്കണ്ട, അപ്പുറത്ത് കാഞ്ഞങ്ങാട് CI ഗോപി വരും, നിങ്ങളുടെ കാഞ്ഞങ്ങാട് DYSP രാംദാസ് പോത്തം വരും, പിന്നെ നിനക്കെന്താ പേടി, താൻ ജസ്റ്റ് ഒന്ന് അവരും കൂടെ പോയാൽ മതിയോ. ഇതാണ് അതേ വാചകങ്ങൾ ഞാൻ പറയാം, ഒന്നും കൂട്ടി കുറച്ചും പറഞ്ഞിട്ടില്ല. അങ്ങനെ രാത്രി ഒരു 10 മണിയായപ്പോൾ ഒരു വലിയ പോലീസ് വണ്ടിയിൽ CRPFകാർ, അത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ള CRPFകാർ വന്ന് ഇറങ്ങി. നീലേശ്വരം CE ഓഫീസിൽ ഞാനിരിക്കണം. DYSP രാംദാസ് പോത്തൻ സാറ് വന്നു, ഗോപി സാറ് വന്നില്ല, കാഞ്ഞങ്ങാട് CE വന്നില്ല. എത്ര വിളിച്ചിട്ടും ആൾ വന്നില്ല. അത്ര ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. DYSP പറഞ്ഞു, ഹരി SIയോട് ചോദിച്ചു, ഹരി റെഡിയല്ലേ? അപ്പോൾ ഹരി പറഞ്ഞു, പെട്ടെന്ന് അങ്ങോട്ട് പോയി ചെന്ന് പറഞ്ഞാൽ ആട്ടുകാരെ മുഴുവൻ പിടിച്ച് വലിക്കേണ്ടി വരില്ലേ സാർ, അത് ബുദ്ധിമുട്ടാവില്ലേ? അന്നൊരു കാര്യം ചെയ്യും, അവിടെ മഫ്റ്റിയിലൊരു പോലീസുകാർ ആ പരിസരത്തിട്ടിട്ട് ഇവർ നേരം പുലരാറാവുമ്പോൾ ഈ ആവേശമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉറക്കം വരും. അപ്പോൾ കുളിച്ച് ഫ്രഷ് ആവാനൊക്കെ പറഞ്ഞിട്ട് നേരം വിളിക്കാറാകുമ്പോഴൊക്കെ പോകും, ആരും ഇല്ലാത്ത സമയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പോലീസിനൊന്നും അവിടെ ഇപ്പോഴൊന്നും കണ്ട പോലീസിൽ ഒരു പ്രസൻസ് അവിടെ കാണിക്കണ്ട. ചന്തേര പോലീസ് സ്റ്റേഷനിൽ പറയും വേണ്ട, ചന്തേര SIയോടും പറയും വേണ്ട. ഇത് നീലേശ്വര SI ആണ് ഹരി, എൻ്റെ അത് സർക്കിളിലുള്ള അവിടെയുള്ള SI. അങ്ങനെ ഒരു 4:30 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി, സാർ എല്ലാവരും പോയി, ആരുമില്ല. അങ്ങനെ ഈ CRPFകാരും കൊണ്ട്, അപ്പോൾ ഹരിയോട് ഞാൻ പറഞ്ഞു, ഹരി നീ ഓടിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഓടിക്കാം,
ബാക്കി മുഴുവൻ CRPR. ഒരു മലയാളിയും ഇതിനകത്ത് വേണ്ട. ഞാൻ ഹരിയും കൂടി ജീപ്പിൽ കയറി. കുറച്ച് CRPFകാരെ ഞങ്ങളുടെ ജീപ്പിൻ്റെ പുറകെ കയറ്റി. പോലീസ് CRPFകാർ വന്ന വലിയ പോലീസ് വാൻ അത് ഞങ്ങളെ ഫോളോ ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഹരി പറഞ്ഞു, സാറേ എൻ്റെ ഡ്രൈവർ ഇരുന്നോട്ടെ സാറേ. എന്തിനാ സാറെന്തിനു ഓടിക്കുക, ഞാനെന്തിനു ഓടിക്കട്ടെ, നമ്മളൊരു ആക്ഷന് പോവല്ലേ. അപ്പോൾ വണ്ടി അവിടെ ചെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിടണമെങ്കിലോ എന്തെങ്കിലും അവിടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രൈവർ ഇല്ലാണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ. ഡ്രൈവർ 100% എനിക്ക് വിശ്വസിക്കാം സാറേ. അയാൾ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം നിൽക്കില്ല. 100% അയാൾ റിലയബിളാണ്. ശരി, നിൻ്റെ വാക്ക് കുഴപ്പമില്ല സാർ, അതിൻ്റെ റിസ്ക് ഞാൻ എടുത്തു. അങ്ങനെ ഡ്രൈവർ പിന്നെ കോട്ടക്സിൽ നിന്ന് അവിടെ നിൽക്കുന്നുണ്ട്. അയാളെ കയറ്റിയിരുത്തി ഹരിയുടെ നിർബന്ധം വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇവിടുന്ന് 2-3 വലിയ ചാക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം അതിനൊന്നും അവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് ഹരി ഇവിടുത്തെ CRPFൽ ഒരാളോട് പറഞ്ഞു, എന്തോ അതിലൊരു മലയാളിയുണ്ട്, പേര് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ശ്രീകൃഷ്ണൻ എന്നാണ് പേര്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന CRPFൻ്റെ ആളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പോലീസ് ആക്ഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ചുറ്റിയും ഒരു ചാക്കും കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എത്തി പതുക്കെ ഒരു തട്ട് വെച്ച് കൊടുത്തത് അങ്ങനെ തന്നെ ഒരു ചാക്കിലേക്ക് കൊണ്ട് പോന്നു. തിരിച്ചു പോന്നു. തേജസ്വിനി പുഴയുടെ പാലത്തുമൊക്കെ കയറി വന്നപ്പോൾ ഒരു സാഹിത്യ ഭാഷയിൽ പറഞ്ഞ ആ നെഹ്റുവിനെ ആ തേജസ്വിനി പുഴയിൽ നിമജ്ജനം ചെയ്തു. ആ ബിലോങ്ങിങ്സ് അതിൻ്റെ ബാക്കിയുള്ള പാർട്ടികൾസ് അതിലിട്ടിട്ട് ഇങ്ങോട്ട് പോന്നു. പുഴയ്ക്ക് എല്ലാവരും മക്കളാണ് എന്നല്ലേ കുഞ്ഞേടത്തിൽ പറയുന്നത്. അപ്പോൾ പുഴ എല്ലാം സ്വാംശീകരിച്ചോളും, എടുത്തോളും. ഒരു കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതില്ല. പക്ഷെ ഒരു മേലുദ്യോഗസ്ഥൻ സ്പെസിഫിക് ആയിട്ട് ഇതുപോലൊരു ടീമിനെയും തന്ന് ഒരു DYSP എൻ്റെ ഓഫീസിൽ വന്നിട്ട് DYSP കൂടെ വന്നില്ല. DYSP വന്ന് ഒരു ഇൻസ്ട്രക്ഷൻ തരുമ്പോൾ അതിൽ രേഖാമൂലം എനിക്കൊരു ഓർഡർ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല. അത് ചോദിക്കുന്ന പോലീസിൽ നിന്ന് പ്രായോഗികവുമല്ല. അത് കഴിഞ്ഞു ഞാൻ ഹരിയോട് പറഞ്ഞു, ഹരി എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളം അറിയാത്തൊരു പോലീസുകാരനാണ്, ഉദ്യോഗസ്ഥനാണ്. അയാൾ കുറച്ച് കൂടുതൽ കന്നഡയാണ് അയാൾക്ക് അറിയാവുന്നത്. വളരെ ഇത്രയും ലവിങ് ഒരു ഓഫീസറില്ല. അപ്പോൾ ഹരി പറഞ്ഞു, നമ്മൾ ചെയ്യുന്നൊരു ബാബാണ്, അതെന്താ ചെയ്യുക സാർ, നമ്മൾ SP പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യണ്ടേ. അത് കഴിഞ്ഞു. ഇലക്ഷൻ റിസൾട്ട് വന്നു. UDF ഭരണത്തിൽ വന്നു. ഞാനങ്ങനെ ചാലക്കുടിക്ക് ട്രാൻസ്ഫർ ആയി പോന്നു. ഹരി വേറെ അവിടെ തന്നെ കാസർഗോഡ് തന്നെ, ഹരി ആ നാട്ടുകാരനാണ്, വേറെ അവിടെ പോയി. ചാലക്കുടി CA ആയിട്ടിരിക്കുമ്പോൾ 9 മാസം കഴിഞ്ഞപ്പോൾ ഹരി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നമുക്ക് പണി വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ നിന്ന് അയാൾക്ക് പരിചയമുള്ളൊരു പോലീസുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, സാറിനും എനിക്ക് സസ്പെൻഷനാണ്. അതെന്തോടെ അങ്ങനെ? സാറേ ഈ പറയുന്ന പോലെ ആയിരുന്നില്ല SP DSP ഒന്നും ചെയ്തത്. അവർ എൻക്വയറി ഒക്കെ നടത്തിയിട്ടുണ്ടായി സാറേ അതിനെക്കുറിച്ച്. അന്ന് എന്നും പത്രത്തിൽ വാർത്തയാണ്, ഏതോ സാമൂഹ്യദ്രോഹികൾ ഇവിടെ നെഹ്റു പ്രതിമ തകർത്തു. ചന്ദേര SI എന്നോട് കാലത്ത് വിളിച്ചിട്ട് പറയും, സാറേ ഇന്നലെ രാത്രി ആരെന്നറിയില്ല സാറേ, കുറേ ദുഷ്ടന്മാർ വന്ന് അതൊക്കെ എല്ലാവരും ഇപ്പം എന്നെയാണ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി എന്ന രീതിയിൽ ഐ ഫെൽറ്റ് അഷെയിംഡ്. കാരണം ബിക്കോസ് ഐ സപ്രസ്ഡ് ദ ഫാക്ട് ബിഫോർ മൈ സബോർഡിനേറ്റ്. ഞാനൊരു റോൾ മോഡലൊന്നാണെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. പക്ഷെ അത് ഒരുപാട് വേദന ഉണ്ടാക്കി. കാരണം SI പറയുമ്പോൾ പത്രത്തിൽ എന്നും വാർത്ത, എന്നും സന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. അപ്പോഴൊക്കെ ഒന്നും അറിയാത്തതുപോലെ നമ്മൾ ഒരു വലിയ റോങ് ചെയ്തൊരു ഗിൽട്ടി ഫീലിംഗ്. എങ്ങനെയാലും അവിടുന്ന് പോന്നപ്പോൾ പിന്നെ അത് അങ്ങോട്ട് ഒരു ഓർമ്മയിൽ പോകുന്നതാണ്. 9 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, സാർ അവിടുത്തെ ചന്ദ്രമോഹൻ എന്ന് പറയുന്ന DYSP ഉണ്ടല്ലോ, CRB DYSP, അദ്ദേഹം ഇങ്ങനെ വല്ലാണ്ട് വന്നപ്പോൾ AK ആൻ്റണി സാർ അതിനൊരു ഉത്തരവിട്ടു. അതിന് പരാതി കൊടുത്തത് KPCC പ്രസിഡന്റ് K മുരളീധരൻ. അദ്ദേഹം പരാതി കൊടുത്തു, നെഹ്റുവിൻ്റെ പ്രതിമ തകർത്തവരെ പിടികൂടണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡ്രൈവർ, ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈവർ, ഇതിൻ്റെ ടേണിംഗ് പോയിൻ്റ് അവിടെ നിന്നാണ്. ആ ഡ്രൈവർ ചെന്ന് അവിടുത്തെ കോൺഗ്രസിൻ്റെ ഓഫീസിൽ കയറി ചെന്ന് അയാൾക്ക് കുറ്റബോധം താങ്ങാൻ പറ്റാണ്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ വയനാട് രാമേന്ദ്രൻ നായർ വർഗീസിൻ്റെ മർഡർ കേസിൽ ലക്ഷ്മണ സാറിനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസുണ്ടായതുപോലെ അവിടെ ചെന്ന് പറഞ്ഞു ഉണ്ടായ സംഭവങ്ങൾ അതുപോലെ അങ്ങോട്ട് പറഞ്ഞു. അത് CPM ആരുമല്ല, അത് CIയും SIയും കൂടി ചെയ്ത്. അത്രയല്ലേ പോലീസുകാരനെ അറിയുള്ളൂ, ഡ്രൈവർക്ക് അറിയുള്ളൂ. ഞങ്ങളോട് SP പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഈ ഡ്രൈവറോട് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. SI കൂടി ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്ന് അത് അവരെല്ലാവരും കൂടി തിരുവനന്തപുരം വന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വന്ന് KPCC പ്രസിഡന്റ് അത് മുരളീധരനോട് പറഞ്ഞ് അദ്ദേഹം നേരിട്ട് കയറി മുഖ്യമന്ത്രിയെ കണ്ട് കയ്യോടെയാണ് സസ്പെൻഷൻ.
ഒരു SIനെ ഈ CAനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ്. അപ്പോൾ അത് ഉടനടി ഞാൻ അന്നത്തെ SP വിളിച്ചു. സാർ ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ. ഓ അങ്ങനെ ഉണ്ടായോ? നീ അവിടെ നിൽക്ക്, നീ വണ്ടി ഓടിക്കണം, അതെ നീ വണ്ടി സൈഡൊക്കെ ഞാൻ ഇപ്പം തന്നെ വിളിക്കാം. 1 മണിക്കൂർ നേരമൊക്കെ സംസാരിച്ചു ഇതിനകത്തൊക്കെ. അതായത് ആരെങ്ങനെ ചെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ സംഭവം. ഞാനിപ്പോൾ ഇവിടെ അല്ലല്ലോ, കാസർഗോഡല്ലല്ലോ. അവിടെ അജിത് കുമാർ വന്ന് ചാർജ് എടുത്തില്ലേ, ഞാനല്ല അവിടെ. സാർ ഞാനും അപ്പം SI പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ സാർ. സാറുള്ള അവിടെ ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞ DSP ഈ കാര്യത്തെക്കുറിച്ചൊരു എൻക്വയറി നടത്തി. അപ്പോൾ സാറ് പറഞ്ഞു സാറിന് അറിയില്ല എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയില്ല, ചന്ദ്രമോഹൻ വെറുതെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് ഈ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഒരു ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി നടത്തിയിരുന്നെന്നും അത് അവിടുത്തെ DCRB DSP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വെച്ചിരുന്നതെന്നും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു എൻക്വയറി നടത്തുമ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുക എന്ന് തന്നെ പറയുക. ആ പ്രാഥമിക അന്വേഷണം നടത്തുമ്പോൾ ആ കുറ്റാരോപിതന് എന്താണ് പറയാനുള്ളത് അത് നേച്ചർ ഓഫ് ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. ആ കുറ്റാരോപിതന് പറയാനുള്ളതും കൂടി കേട്ടിട്ട് ശേഷം മാത്രമേ അതിനകത്ത് റിപ്പോർട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. പ്രൊസീജിയർ, ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാണത്. കാരണം ഞങ്ങളോട് ചോദിച്ചിരുന്നില്ല. കാരണം ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും അത് SP പറഞ്ഞിട്ടാണ്. അത് മനഃപൂർവ്വം അത് ചോദിക്കാതിരുന്നതാണ്. അപ്പോൾ DSPയുടെ മൊഴിയിൽ പറഞ്ഞിരുന്ന അത്രേ DSPക്ക് അറിയില്ല. DSP ഈ പറയുന്ന സമയത്ത് അടുത്ത ജില്ല കണ്ണൂർ ഒരു കേസ് അന്വേഷിക്കാൻ പോയിരിക്കുന്നു. അയാളുടെ വെഹിക്കിൾ ഡയറിയിൽ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ നീലേശ്വരം CA ഓഫീസിലാണ് ഈ DSP ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കള്ളമൊഴിയിൽ എഴുതിയിരിക്കുകയാണ് അദ്ദേഹം കണ്ണൂരായിരുന്നെന്നും ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നും ഇതേ നിലപാട് തന്നെയാണ് SP സ്വീകരിച്ചത്. അതാണ് ഈ സസ്പെൻഷനിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിലോ ഒക്കെ അന്ന് ഈ കെ മുരളീധരൻ്റെയും കെ കരുണാകരൻ്റെയൊക്കെ തട്ടത്തിലെ മാള എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിലെ അവിടുത്തെ ലീഡറൊക്കെയാണ്. UDF ഭരണമാണ്. അങ്ങനെ മുരളീധരനോട് ഇവരോടൊക്കെ ചോദിച്ചു കാണണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. നമുക്ക് നിയമപരമായിട്ട് അതിനെ എങ്ങനെ ഇത് ചെയ്യാം. അങ്ങനെ MG രാമൻ സാർ എന്ന IG ആണ്. അദ്ദേഹം ഗുരുവായൂർ ഞാൻ SIയും CAയും ACP ആയിട്ട് കുറേ കാലം ഉണ്ടായതുകൊണ്ട് നല്ല വ്യക്തിബന്ധമുണ്ട്. അപ്പോൾ MG രാമൻ സാറിനോട് ഞാൻ കയറി ചെന്ന് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ എറണാകുളത്തുള്ള വീട്ടിൽ കയറി ചെന്ന് ചോദിച്ചു, സാറേ ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അത് എന്താണ് ഇപ്പോൾ പറയാം, താനൊരു കാര്യം ചെയ്യും, നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് CP നായരെ കാണും, ഹോം സെക്രട്ടറിയെ കാണും. ഞങ്ങളുടെ CA ഒക്കെ ചെന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോയിക്കോളൂ. അങ്ങനെ ഹോം സെക്രട്ടറി CP നായർ സാറിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വളരെ കഷ്ടമായി പോയല്ലോ, ഇതിപ്പോൾ ഏത് പൊളിറ്റീഷ്യനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒരാൾ നിങ്ങളിപ്പോൾ സഹായിക്കാൻ പോകുന്നില്ല. യു ഡു വൺ തിങ്, അപ്രോച്ച് ദ ഹൈക്കോർട്ട്. അങ്ങനെ എറണാകുളം വന്ന് അപ്പോൾ തന്നെ ഷേണോയ് ദിനേശ് ഷേണോയിനെ അദ്ദേഹത്തെ പോയി കണ്ടു. അർജൻറ്റായിട്ട് ഇത് ഫയൽ ചെയ്തു. അപ്പോഴേക്കും സസ്പെൻഷൻ ഓർഡർ അവിടെ നിന്ന് പോന്നു. സ്റ്റേ കിട്ടി, ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടി. സ്റ്റേ പറഞ്ഞ് എന്ത് പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ, ഒരു SI CAയും വിചാരിച്ചാൽ ഇതുപോലെ ഒരു വാൻ നിറയെ CRPFകാരൊന്നും വരില്ല. കാരണം CRPFകാരുടെ ഓവറോൾ കൺട്രോള് അയച്ചു കൊടുത്തിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി SP-ക്കാണ്. അദ്ദേഹം അത് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിൻ്റെ അറിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ടെമ്പറലി സ്റ്റേ ഇടുന്നും പറഞ്ഞ് അതിനകത്ത് ഒരു ഓർഡർ കിട്ടി. അത് കേരള പോലീസിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായെന്ന് തോന്നുന്നില്ല. സസ്പെൻഷൻ ഓർഡർ നടന്ന് പ്രൊമൾഗേറ്റ് ചെയ്തു, പുറപ്പെട്ടു. കയ്യിലെത്തുന്നതിന് മുമ്പ് സ്റ്റേ കിട്ടി. പക്ഷേ അതിനകത്ത് കുറേ നല്ല മേലുദ്യോഗസ്ഥർ സഹായിച്ചിട്ടുണ്ട്. ബൽറാം കുമാർ ഉപാധ്യായ സാറ് IG, അതുപോലെ തന്നെ ഉണ്ണിരാജൻ സാറ്, അദ്ദേഹം അന്ന് അഡ്മിനാണ് തൃശ്ശൂർ SP-യുടെ. അപ്പോൾ ഒരു ജനറൽ കോഴ്സിന് വേണ്ടിയിട്ട് മേലുദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് അത് ചെയ്തതിൻ്റെ പേരിൽ പിന്നീട് എനിക്ക് എൻ്റെ അടുത്ത പ്രൊമോഷൻ എനിക്ക് എന്തെങ്കിലും അവാർഡുകൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രപതി എല്ലാത്തിനും ഇത് 8-9 കൊല്ലമാണ് ഞാനിത് ഹൈക്കോടതിയിൽ പിന്നീട് ഓരോ പ്രൊമോഷൻ സ്റ്റേജ് വരുമ്പോഴും സ്റ്റേഡ് ആയിട്ടുള്ളൂ. പക്ഷെ അന്ന് ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയുടെ PA പോയി കണ്ടു. അത് അവർ വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടാവും. പക്ഷേ ഒരു ഉപകാരം ചെയ്തു, ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ അടുത്ത DSP പ്രൊമോഷൻ ആകുമ്പോൾ ഹോമിൽ നിന്ന് വരും, നിങ്ങൾ അവിടെ ഒരു സസ്പെൻഷൻ കിടക്കുന്നുണ്ടല്ലോ, അത് എൻ്റെ കടലാസുകൾ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത കമ്മിറ്റിയിൽ നിങ്ങൾ ഉണ്ടാവില്ല, പ്രൊമോഷൻ ഇതിൽ നിങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഓരോ പ്രാവശ്യവും ഏതെങ്കിലും രീതിയിൽ ഹയർ ഓഫീസേഴ്സ് സഹായിച്ച് DSP പ്രൊമോഷനിലേക്ക് എത്തി. പിന്നെ വീണ്ടും ഹൈക്കോടതിയിൽ തന്നെ ചെന്ന് ആവശ്യപ്പെട്ടു.
എന്തെങ്കിലും ചെയ്യുക, ഒന്നില്ലെങ്കിൽ തന്നെ സസ്പെൻഷൻ്റെ ആയിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എൻക്വയറി ഓഫീസർ വയ്ക്കുക, അല്ലെങ്കിൽ ഇത് സ്ക്വാഷ് ചെയ്ത് കളഞ്ഞിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് അതൊരു അനുകൂലമായിട്ട് കിട്ടിയതിന് ശേഷം 8-9 കൊല്ലമാണ് എനിക്ക് നഷ്ടങ്ങളുണ്ടായത്. 2003 നേരത്തെ കാട്ടാക്കട സ്വീകരിക്കുമ്പോഴേ പോലെ വേറൊരു സംഭവമാണ്. അവിടെ ഒരു വീട്ടിൽ, അവിടെ കാട്ടാക്കടയ്ക്കടുത്തുള്ള ഗ്രാമമാണ്, ആ വീട്ടിൽ ചേട്ടനും അനിയനും ഫാമിലിയായിട്ട് താമസിക്കുന്നൊരു വീടാണ്. ചേട്ടന് ഭാര്യ, 2 മക്കൾ, അനിയൻ, ഭാര്യ, ഒരു കുട്ടി. അപ്പോൾ അവിടെ ഒരു ദിവസം അവിടെ നിന്നൊരു റിപ്പോർട്ട് വരികയാണ്.